സർ, ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുഖേന ക്ഷീരസാന്ത്വനം പദ്ധതി നടപ്പിലാക്കും. തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽത്തേരിയിൽ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാം മാതൃകാ ക്ഷീര യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും നടപടികൊള്ളും. സർ, മത്സ്യബന്ധന വകുപ്പിന് 133.43 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 34 കോടി രൂപയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് 33.5 കോടി രൂപയുൾപ്പെടെ 200.93 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നോക്കാവസ്ഥയിലുള്ള ഇവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സമൂഹത്തിന് മറ്റ് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പരിശീലന പരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ സഹായം നൽകും. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശ നിവാസികൾക്കും പട്ടയം ലഭ്യമാക്കും. മത്സ്യബന്ധനത്തിന് പോകാൻ സർക്കാർ മുന്നറിയിപ്പ് പ്രകാരം മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേതന സഹായം ലഭ്യമാക്കും. ഹൈടെക് ഫിഷ് നഴ്സറികൾക്കും അലങ്കാര മത്സ്യകൃഷിക്കുമായി സർക്കാർ പ്രോത്സാഹനം നൽകും. തീരദേശ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനുള്ള കടൽ ഭിത്തി, ബ്രേക്ക് വാട്ടർ, ബീച്ച് നറീഷ്മെന്റ് അടക്കമുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കും. മുതലപ്പൊഴി ഹാർബറിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. സർ, വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 243.80 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്ത് മലയോര കർഷകരും മറ്റ് ജനങ്ങളും വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. കേരളത്തിലെ കടുവ, പുലി എന്നിവയുടെ ശാസ്ത്രീയ സെൻസസ് നടത്തി അവയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നിയമവിധേയമായ നടപടി സ്വീകരിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ഇതിനായി ആകെ 192.20 കോടി രൂപ വകയിരുത്തുന്നു. വന്യജീവി ശല്യം ഏറെ രൂക്ഷമായ പ്രദേശങ്ങളിൽ കൂടുതൽ RRT സംഘത്തെ വിന്യസിക്കും. സർ, പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്കായി 22.02 കോടി രൂപ വകയിരുത്തുന്നു. വായു, ജലം, ഭൂമി, പ്രകാശ മലിനീകരണം തടയുന്നതിന് സീറോ ടോളറൻസ് നയം നടപ്പിലാക്കും. 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സോയിൽ കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിച്ച് കാർബൺ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സംസ്ഥാനതല സംവിധാനം രൂപപ്പെടുത്തി കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉറപ്പാക്കും. സർ, മലയോര കർഷകക്ഷേമം. മലയോര മേഖലയിൽ ബഹുവിള കൃഷിരീതി മൾട്ടി ക്രോപ്സ് പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തും. മലയോര മേഖലയിൽ പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമയബന്ധിതമായി പരിഹാരം കാണും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ CHR കേസ് 1964 റൂൾ, പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് എന്നിവ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വേഗത്തിലാക്കി കർഷക താൽപര്യം സംരക്ഷിച്ച് പട്ടയ വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കും. ഏലം പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിയമവിധേയമായി പുനഃപരിശോധിക്കും. പട്ടയഭൂമിയിൽ നിലവിലുള്ള നിർമ്മാണങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ചു നൽകും. സർ, ഗ്രാമവികസന മേഖലയ്ക്കാകെ 2138.80 കോടി രൂപ സാർ വകയിരുത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന UPA സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ നിർത്തലാക്കുന്ന രീതിയിൽ VBG റാംജിയായി പരിഷ്കരിച്ച് പുനർനാമകരണം ചെയ്യുകയും സംസ്ഥാന വിഹിതം 40% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നപ്പോൾ സംസ്ഥാന വിഹിതമായി നൽകേണ്ടിയിരുന്നത് ഏകദേശം 250 കോടി രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം കാരണം ഇത് 2090.96 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. ഈ ജനകീയ പദ്ധതി തുടർന്നും നടപ്പിലാക്കുന്നതിന് ആദ്യഘട്ടം എന്ന നിലയിൽ 1422.60 കോടി രൂപ സംസ്ഥാന വിഹിതമായി വകയിരുത്തുന്നു. സർ, ഗ്രാമസഭയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത ഗ്രാമസഭാംഗങ്ങൾക്ക് ഓൺലൈനിലായി പങ്കെടുക്കുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തും. സാർ, ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിലങ്ങാട് പാക്കേജ് 2024 ഉരുൾപൊട്ടലിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജകമണ്ഡലത്തിലെ വിലങ്ങാട് വില്ലേജിൽ നിരവധി വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷി തുടങ്ങിയവയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി.
അടിസ്ഥാന സൗകര്യ പുനർനിർമ്മാണം, ദുരിതബാധിതരുടെ പുനരധിവാസം, കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള മാതൃക സൃഷ്ടിക്കൽ എന്നീ ലക്ഷ്യത്തോടെ വിലങ്ങാട് വില്ലേജിന്റെ സമഗ്രവും സുസ്ഥിരവുമായ പുനർനിർമ്മിതിക്ക് വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വയനാട്, കാസർഗോഡ്, ഇടുക്കി എന്നീ പിന്നോക്ക ജില്ലകൾക്കായുള്ള പ്രത്യേക പാക്കേജ് അത് സമഗ്രമായി പുനഃസംഘടിപ്പിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ പിന്നോക്ക ജില്ലകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. വികസന പദ്ധതികൾ നടപ്പിലാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളും അവിടെ കൈക്കൊള്ളും. സർ, എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായം. എൻഡോസൾഫാൻ ബാധിതർക്ക് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും. സാർ, സഹകരണ മേഖലയ്ക്കായി ആകെ 114.44 കോടി രൂപ വകയിരുത്തുന്നു. സമീപകാലത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് നിക്ഷേപകരുടെ ഇടയിൽ മങ്ങലേറ്റിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ മേഖലകളിലെ സംഘങ്ങളിലെ നിക്ഷേപ തുക യഥാസമയം മടക്കി നൽകാൻ കഴിയുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലും വൈദ്യുതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികളിലും സഹകരണ മേഖലയെ കൂടി പങ്കാളിയാക്കുന്നതാണ്. സർ, സംസ്ഥാനത്തിന്റെ പുനരുപയോഗ ഊർജ്ജ സാധ്യതകളിൽ സഹകരണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 100% ഊർജ്ജ സ്വയം പര്യാപ്ത സഹകരണ സംഘങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കുന്നതാണ്. സഹകരണ മേഖലയിൽ PCP പൊതു സഹകരണ പങ്കാളിത്തം മാതൃകയിൽ പദ്ധതികൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകും. സർ, ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 559.39 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഇത് വൻകിട ഇടത്തരം ജലസേചനത്തിനായി 213.39 കോടി രൂപയും ചെറുകിട ജലസേചനത്തിനായി 176.27 കോടി രൂപയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.50 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ സംരക്ഷണത്തിനുമായി 168.23 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, ജലവിതരണ കാര്യക്ഷമത ശക്തിപ്പെടുത്തും. അതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കനാൽ സംവിധാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായി നെയ്യാർ ജലസേചന പദ്ധതി കൂടി മെച്ചപ്പെടുത്തും. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ മ്യൂസിയം, അണക്കെട്ടുകളിലെ ഡാം ടൂറിസം, കനാൽ ടൂറിസം പദ്ധതി, ഇറിഗേഷൻ ഗസ്റ്റ് ഹൌസുകളുടെ നിർമ്മാണം തുടങ്ങിയവ PPP മോഡലിൽ വികസിപ്പിക്കുന്നതാണ്. സർ, ഊർജ്ജ മേഖലയ്ക്ക് 1284.75 കോടി രൂപ ഉയർത്തുന്നു. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി KSEBക്ക് വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1218.71 കോടി രൂപയും പാരമ്പര്യേതരവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 66.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1115.48 കോടി രൂപയാണ്. ഗ്രാമ ചെറുകിട വ്യവസായങ്ങൾക്കായി 445.51 കോടി രൂപയും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കായി 669.97 കോടി രൂപയും ധാതുക്കൾക്കായി 8.20 കോടി രൂപയും IT-ക്കായി 434.40 കോടി രൂപയും ഉൾപ്പെടെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് ആകെ 1558.08 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിവര സാങ്കേതിക വിദ്യ. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.